സമുദ്രലോകത്തിലെ ഏറ്റവും പ്രതാപികളായ ജീവികളാണ് തിമിംഗലങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം മുതൽ ഡോൾഫിനുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ തിമിംഗലങ്ങളുടെ എല്ലാം ഉത്ഭവം ആദിമ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 5 കോടി വർഷം മുമ്പ് ഉത്ഭവിച്ചിരുന്ന മാൻവർഗത്തിൽപ്പെട്ട ഇൻഡോഹ്യൂസ് എന്ന ജീവിയിൽ നിന്നാണ്. ഇൻഡോഹ്യൂസ് ഒരു പൂച്ചയുടെ അത്രയും വലുപ്പം മാത്രമുള്ള ചെറുമാനാണ്. ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സ്വന്തമായുള്ള പ്രദേശങ്ങളിൽ നനവുള്ള മേഖലയിലാണ് ഇൻഡോഹ്യൂസ് പാർത്തിരുന്നത്. ഇന്നത്തെ കാലത്തെ ചെറുമാനുകളായ ആഫ്രിക്കൻ മൗസ് ഡിയറുമായി ജനിതകവും ശാരീരികവുമായ സാമ്യം ഇവയ്ക്കുണ്ടായിരുന്നു. പൂർണ്ണ സസ്യാഹാരികളായ ഇവ പുല്ലും പഴങ്ങളുമാണ് പ്രധാനമായും കഴിച്ചിരുന്നത്. ഒരുപാട് സമയം ഇവ പുഴവെള്ളത്തിൽ കിടക്കുമായിരുന്നു. പിന്നീട് പാക്കിസൈറ്റസ് എന്ന ഒരു പുതിയ ജീവി ഇവയിൽ നിന്നും ഉടലെടുത്തു. ഇൻഡോഹ്യൂസിനെ അപേക്ഷിച്ച് കൂടുതൽ സമയം വെള്ളത്തിൽ കിടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഇവ സസ്യാഹാരം ഉപേക്ഷിച്ച് മാംസാഹാരത്തിലോട്ട് കടന്നു. ഇതിന്റെ ഫലമായി ഇവയുടെ പല്ലും ഇന്നത്തെ കാലത്തെ മാംസാഹാരികളായ ജീവികളുടേതുപോലെ മാറി. ഇൻഡോഹ്യൂസിനെ അപേക്ഷിച്ച് ശരീര വലുപ്പം കൂടുതലായിരുന്നു ഇവയ്ക്ക്. മാനിനേക്കാൾ ചെന്നായോടായിരുന്നു സാമ്യം. അടുത്ത ഘട്ടത്തിൽ ഇവ ആംബുലോസെറ്റിസിഡ്സ് എന്ന ജീവവർഗമായി പരിണമിച്ചു. പാക്കിസെറ്റിസിനേക്കാൾ നീളമുള്ള ശരീരമുണ്ടായിരുന്ന ഇവയുടെ തലകൾ മുതലകളെ പോലെ നീണ്ടു കൂർത്തതായിരുന്നു. ഇവ കരയിലും വെള്ളത്തിലുമായി താമസിച്ചു വന്നു. മീൻ പിടിക്കാൻ അതിവിദഗ്ധരായിരുന്നു ഇവ. ഇൻഡോഹ്യൂസിന്റെ പരിണാമം തുടങ്ങിയിട്ട് 80 ലക്ഷത്തോളം വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ആംബുലോസെറ്റിസിഡ്സിൽ നിന്നും റെമിറ്റോണോസെറ്റിഡ്സ് ഉടലെടുത്തു. ആ സമയത്ത് ഈ ജന്തുകുടുംബം വികസിച്ചു. നീർനായയെ പോലെ ഇരിക്കുന്നവ മുതൽ മുതലകളെ അനുസ്മരിപ്പിക്കുന്ന ജീവികൾ വരെ റെമിറ്റോണോസെറ്റിസൈഡ്സിൽ ഉടലെടുത്തു. പൂർവ്വവർഗങ്ങളെ അപേക്ഷിച്ച് വലിയ ദൂരം നീന്താനുള്ള കഴിവ് ഇവയ്ക്കുണ്ടായിരുന്നു. ഇവയിൽ നിന്നും പ്രോട്ടോസെറ്റിസൈഡ്സ് എന്ന നവീന വർഗം രൂപാന്തരം പ്രാപിച്ചത്. തിമിംഗലങ്ങളുടെ യഥാർത്ഥ മുൻഗാമികൾ ഇവയായിരുന്നു. ഇന്നത്തെ കടൽ സിംഹണ ജീവികളുമായി രൂപത്തിൽ സാദൃശ്യം പുലർത്തിയ ഇവ ലോകത്തിലെ വിവിധ സമുദ്രങ്ങളിലേക്ക് വ്യാപിച്ചു. ഇവയിൽ നിന്നാണ് ഭൂമിയിലെ ആദ്യ തിമിംഗല വർഗമായ ബാസിലോസോറിഡുകൾ ജനനമെടുത്തത്. ഒരു ബസിന്റെ അത്രയും നീളമുണ്ടായിരുന്ന ഇവയ്ക്ക് പിൻകാലുകളും മുൻകാലുകളും ശരീരത്തിലുണ്ടായിരുന്നു. ഇവയിലെ തന്നെ ഒരു ഉപവിഭാഗമായ ഡോറിഡോണ്ടസ് പക്ഷി ചെറുതായിരുന്നു. പിന്നീട് ബാസിലോസോറിഡുകൾ ഉപരിപരിണാമങ്ങളുടെ കൈയും കാലുകളും ഉപേക്ഷിച്ചു. ഇവയിൽ നിന്ന് 2 തിമിംഗല വംശങ്ങൾ ഉടലെടുത്തു. ബലീൻ തിമിംഗലങ്ങളും ടൂത്തിഡ് തിമിംഗലങ്ങളുമായിരുന്നു അവ.